സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ശബ്ദവും എന്തൊനികളും എൻ്റെ ശബ്ദവും എന്തൊനികളും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തെർത്തോസിനെ കാണുന്നുണ്ട്. അദ്ദേഹമാണ് എഴുതിയത്. ഈ ലേഖനം എഴുതിയ തെർസോസ് എന്ന എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അവിടെ. ഇത് യേശുക്രിസ്തുവിൻ്റെ കാലയളവിൽ 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൂട്ടത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. പാരമ്പര്യപ്രകാരം ഇദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. 1-ാം നൂറ്റാണ്ടിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനവും മരണവും എന്ന് പറയപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ൽ യേശു 12 അപ്പോസ്തലന്മാരെ കൂടാതെ 70 പേരെ നിയമിക്കുകയും യേശുവിന് ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലങ്ങളിലേക്കും അവരെ യേശു മുമ്പായി ഇരണ്ടായിട്ട് അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അങ്ങനെ അയക്കപ്പെട്ടവരുടെ സംഘത്തിൽ തെർസോസ് ഉൾപ്പെട്ടിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തെർസോസിനെ കൊരിന്തിൽ വെച്ചാണ് കാണുന്നതും പരിചയപ്പെടുന്നതും. താൻ ഒരു എഴുത്തുകാരനാണ് എന്ന് പൗലോസ് മനസ്സിലാക്കി തെർസോസിനെ പൗലോസിൻ്റെ കൂട്ടാളിയാക്കി കൂടെ യാത്ര ചെയ്യുവാനും പൗലോസിൻ്റെ ലേഖനം എഴുതുവാനും തുടങ്ങി. അതിനാലാണ് റോമാലേഖനത്തിൽ തെർസോസ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ലേഖനമെന്ന് തെർസോസ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് തനിക്ക് കൂലി നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു. എങ്കിലും താഴ്മയുള്ളവനായി പൗലോസിനോടൊപ്പം പ്രവർത്തിക്കുകയും എഴുത്തുകളിൽ സഹായിക്കുകയും ചെയ്തിരുന്നതല്ലാതെ യാതൊരു വിഷയത്തിലും തന്നെക്കുറിച്ച് പൊതുജനത്തിന് നൽകിയിരുന്നില്ല. പൗലോസിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ തന്നെ തെർസോസ് പ്രവർത്തിച്ചു. പൗലോസിൻ്റെ കുറിപ്പുകളെല്ലാം കൂടി കുറിച്ച് ശേഖരിച്ചാണ് തെർസോസ് ലേഖനം എഴുതിയിരിക്കുന്നത്. എങ്കിലും പൗലോസ് സ്വന്തം കൈയാലും എഴുതിയിട്ടുണ്ട്. ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ 19-ാം വാക്യത്തിൽ പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നത് പറയപ്പെടുന്നു. കൊലോസ്യ ലേഖനം 4:18 സ്വന്തം കൈയാൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 3:17 സ്വന്തം കൈയാൽ എന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്യർ 6:11 നോക്കുവിൻ, എത്ര വലിയ അക്ഷരത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ അതുപോലെ പത്രോസും സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് 1 പത്രോസ് 5:12 പറയുന്നു. റോമിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഓടിച്ച സമയത്ത് തെർസോസ് കൊരിന്തിൽ പോയി പാർത്തു. അവിടെ വെച്ചാണ് പൗലോസിനെ കണ്ടുമുട്ടിയത്. 1 കൊരിന്ത്യർ 1:26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആണ് തെർസോസ് തൻ്റെ ജീവിതാനുഭവമാക്കിയത്. ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാൻ പൗലോസിനോടൊപ്പം ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി നടക്കുക എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണെങ്കിലും തെർസോസ് ഒരിടത്തും തന്നെത്താൻ ഉയർത്തി കാണിച്ചിട്ടില്ല. പ്രിയ ശ്രോതാക്കളെ, ഇതൊക്കെയും നമുക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളാണെങ്കിലും നമ്മുടെ എല്ലാ നടപ്പിലും പ്രവൃത്തിയിലും താഴ്മയോടും വിനയത്തോടും അനുസരണത്തോടുകൂടെ ആയിരിക്കട്ടെ. പ്രശംസിക്കുന്നത് കർത്താവിൽ പ്രശംസിക്കട്ടെ. അതാണല്ലോ പൗലോസും പറഞ്ഞ, ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാനിട വരരുതെന്ന്. മനുഷ്യരുടെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഒരു ദിവസം കർത്താവിൽ നിന്ന് നമുക്കും പ്രശംസ ലഭിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് നാം യോഗ്യരായി തീരും. അതിനുവേണ്ടി ദൈവവരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കാം. പൗലോസും തെർസോസും നമുക്കും എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ. നമുക്കും ക്രിസ്തുവിൽ
പ്രശംസ നേടിയെടുക്കുവാൻ തക്കണം ദൈവങ്ങൾ സമർപ്പിക്കുക. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാലേവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.